നമസ്കാരം. കേരളത്തിൽ 2025 മിഷന് കേന്ദ്രമന്ത്രി അമിത് ഷായുടെ ആഹ്വാനം. ഇന്ത്യ മോഡൽ വികസനം കേരളത്തിലേക്കും. അതാണ് അദ്ദേഹം നൽകുന്ന വാക്ക്. വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത്. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫായത് അപകട കാരണം. പറന്നുയർന്ന 32 സെക്കൻഡുകൾക്കകം എഞ്ചിനുകൾ നിലച്ചു. എന്തിന് ഓഫ് ചെയ്തുവെന്ന പൈലറ്റിന്റെ ചോദ്യവും ഓഫ് ചെയ്തില്ലെന്ന സഹ പൈലറ്റിന്റെ മറുപടിയും കോക്പിറ്റിന്റെ വോയിസ് ബോക്സിൽ. വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല എന്നും ഇരു പൈലറ്റുമാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ BJP സംസ്ഥാന നേതൃത്വത്തോട് നിർദ്ദേശിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ. മേഖലാ യോഗങ്ങൾ വിളിക്കാനും നിർദ്ദേശം. തിരുവനന്തപുരത്തെ BJPയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നേതൃയോഗത്തിലും അമിത് ഷാ പങ്കെടുക്കും. കീമിൽ സർക്കാരിന് തെറ്റുപറ്റിയില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഫോർമുലയാണ് അംഗീകരിച്ചതെന്നും നടക്കുന്നത് തെറ്റായ പ്രചാരണമെന്നും വിശദീകരണം. അടുത്ത വർഷം ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത ഫോർമുല നടപ്പിലാക്കുമെന്ന് മന്ത്രി. ഡൽഹി സീലംപൂരിൽ 4 നില കെട്ടിടം തകർന്നു വീണ 2 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. രക്ഷാപ്രവർത്തനം തുടരുന്നു. സ്കൂൾ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ചർച്ചയാകാമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയോടെ നിലപാടിൽ അയവ് വരുത്തി സമസ്ത. ചർച്ചയിൽ മാന്യമായ സമീപനം സ്വീകരിക്കുമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇപ്പോൾ നടക്കുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമെന്നും സമരത്തിനില്ലെന്നും കാന്തപുരം വിഭാഗം. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചന് പാർട്ടി പ്രവർത്തകരുടെ മർദ്ദനം. സംഭവം മുള്ളൻകൊല്ലിയിലെ പാർട്ടി പരിപാടിയിൽ വെച്ച്. കയ്യാങ്കളി മുള്ളൻകൊല്ലിയിലെ മണ്ഡലം പ്രസിഡന്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ. റിപ്പോർട്ടുകളിലേക്കാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നു. വിമാനം ആകാശത്ത് പറന്നുയർന്ന 32 സെക്കൻഡുകൾക്കകം 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. എഞ്ചിനുകളിലേക്ക് ഇന്ധനം വരുന്ന സ്വിച്ചുകൾ ഓഫായി. എന്തിനു ഓഫ് ചെയ്തുവെന്ന പൈലറ്റിന്റെ ചോദ്യവും താൻ ഓഫ് ചെയ്തില്ല എന്ന സഹ പൈലറ്റിന്റെ മറുപടിയും കോക്പിറ്റിന്റെ വോയിസ് ബോക്സിലുണ്ട്. ഇന്ധനം വരുന്ന സ്വിച്ചുകൾ വീണ്ടും പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപ് വിമാനം തകർന്നു വീണതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം പ്രാഥമികമായി വിമാനത്തിന്റെ എഞ്ചിന് തകരാറുണ്ടായിരുന്നില്ല. പൈലറ്റുമാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ ഇന്ധന ചോർച്ചയോ പക്ഷിയിടിക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുകളില്ല. വിമാനം നിലത്തുനിന്ന് 600 അടി പൊങ്ങി വേഗത 180 നോട്ട്സിൽ എത്തിയതിനു തൊട്ടു പിന്നാലെ എഞ്ചിൻ 1, എഞ്ചിൻ 2 എന്നിവയുടെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറി. എഞ്ചിനുകളിലേക്ക് ഇന്ധനം വരുന്ന സ്വിച്ചുകൾ ഓഫായി. 32 സെക്കൻഡുകൾക്കകം 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. വിമാനം പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അപകടം സംഭവിച്ചു. കെട്ടിടങ്ങളിൽ ഇടിച്ച് തീപിടിച്ചതിന് പിന്നാലെ വിമാനം പൂർണ്ണമായി തകരുകയും ചെയ്തു. വിമാനത്തിൽ 2 എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. ഒരു EAFRൽ നിന്ന് ഏകദേശം 49 മണിക്കൂർ ഫ്ലൈറ്റ് ഡേറ്റയും 2 മണിക്കൂർ ഓഡിയോയും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പിൻഭാഗത്തെ EAFRന് കാര്യമായ തകരാർ സംഭവിച്ചതിനാൽ വിവരങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ദുരൂഹതയേറുന്നത് എഞ്ചിൻ 1, എഞ്ചിൻ 2 എന്നിവയുടെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് എങ്ങനെ മാറി എന്നതാണ്. പൈലറ്റും കോ പൈലറ്റും തമ്മിലുള്ള നിർണായകമായ സംഭാഷണം കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗിൽ നിന്ന് വീണ്ടെടുത്തിട്ടുണ്ട്. എന്തിന് ഓഫ് ചെയ്തുവെന്ന പൈലറ്റിന്റെ ചോദ്യവും താൻ ഓഫ് ചെയ്തില്ല എന്ന സഹ പൈലറ്റിന്റെ മറുപടിയും കോക്പിറ്റിന്റെ വോയിസ് ബോക്സിലുണ്ട്. ഇന്ധനം വരുന്ന സ്വിച്ചുകൾ 4 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുൻപ് തന്നെ വിമാനം തകർന്നു വീണുവെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പൈലറ്റുമാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് പൈലറ്റുമാർക്കിടയിൽ ധാരണ ഉണ്ടായിരുന്നില്ലെന്ന സംശയമാണ് കോക്പിറ്റിൽ നിന്നുള്ള വോയിസ് ഓവറിൽ നിന്ന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ റാം എയർ ടർബൻസും ഓൺ ആയിരുന്നു എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ.
വിമാനത്തിലെ വൈദ്യുതി ഹൈഡ്രോളിക് സർക്യൂട്ട് പ്രവർത്തനക്ഷമമല്ലാതാകുമ്പോഴാണ് റാറ്റ് പ്രവർത്തനക്ഷമമാകുന്നത്. ചുരുക്കത്തിൽ 2 എഞ്ചിനുകളും ഒരേ സമയം നിശ്ചലമായി എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപകട സമയത്ത് 230 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 15 പേർ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്നു. 2:09 മേഡേ കോൾ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് വന്നിരുന്നുവെങ്കിലും തിരിച്ച് കോക്പിറ്റിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം അഹമ്മദാബാദിന് സമീപം തകർന്നു വീഴുകയായിരുന്നു. സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രവർത്തകർക്ക് ആവശ്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തലസ്ഥാന നഗരിയിൽ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികളുടെ അഴിമതികൾ അക്കമിട്ട് നിരത്തി അമിത് ഷായുടെ പുത്തരിക്കണ്ടത്തെ പൊതുസമ്മേളനം. സ്വർണ്ണക്കള്ളക്കടത്തും സോളാർ കേസും ബാർ കോഴയും എടുത്തു പറയുകയുണ്ടായി അദ്ദേഹം. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടി. कम्युनिस्ट पार्टी और भाजपा दोनों केडर बेस्ड पार्टी है, मगर दोनों में बहुत बड़ा अंतर है। कम्युनिस्ट पार्टी के लिए केरल का विकास, इसके ऊपर केडर का विकास है। केरल की जनता ने कई साल तक दोनों को मौके दिए, मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया है। आज मैं केरल की जनता को कहने आया हूं, आप परिवर्तन चाहते हैं तो एलडीएफ को निकालने के लिए यूडीएफ को वोट देते हैं और यूडीएफ को निकालने के लिए एलडीएफ को वोट देते हैं, मगर दोनों परिवर्तन नहीं कर सकते। अब समय आ गया है कि परिवर्तन करने के लिए, विकसित केरलम बनाने के लिए सीधा भारतीय जनता पार्टी और एनडीए के लिए वोट करिए। एलडीएफ और यूडीएफ का ट्रैक रिकॉर्ड भ्रष्टाचारी सरकारों का ट्रैक रिकॉर्ड है। ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രവർത്തനം എന്നുള്ളത് അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, പരിവർത്തനത്തിന്റെ കാറ്റ് കേരളത്തിലേക്ക് എത്തിക്കാൻ തയ്യാറായിരിക്കുന്നു BJP. തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് തങ്ങളിതാ ഇറങ്ങിക്കഴിഞ്ഞുവെന്ന് പ്രത്യക്ഷമായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യ മോഡൽ വികസനം, അതാണ് കേരളത്തിന് അദ്ദേഹം നൽകുന്ന വാക്ക്. അമിത്ഷായുടെ വരവ് എന്ന് പറയുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയെ കേരളത്തിൽ സജ്ജമാക്കുക, ആ ഒരു ആവേശം അതേ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് BJPയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രവർത്തകർക്ക് ആവേശമായി തന്നെ തലസ്ഥാന നഗരിയിൽ എത്തുന്നു. മാരാർജി ഭവൻ ഔദ്യോഗികമായി BJPയുടെ ഏറെക്കാലത്തെ പ്രവർത്തകരുടെ സ്വപ്നമായിരുന്ന മാരാർജി ഭവൻ അദ്ദേഹം തന്നെ നേരിട്ടെത്തിയാണ് മാരാർജി ഭവൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടനം വളരെ പ്രൗഢഗംഭീരം ദേശീയ നേതാക്കളും സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും തുടക്കം മുതലുണ്ടായിരുന്ന ഓരോ ജഗോപാൽ കേരള അടക്കമുള്ള എല്ലാ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം വിളക്ക് കൊളുത്തി മാരാർജി ഭവൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അതിനുശേഷം പുത്തരിക്കണ്ടി മൈതാനത്ത് അല്പം മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പൊതുസമ്മേളനം സമാപിച്ചത്. അവിടെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പ്രവർത്തകർക്ക് വലിയ രീതിയിൽ ആവേശമായാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ. BJPയുടെ ഇത്രയും വർഷമായി കേന്ദ്രം ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ വികസനത്തിന്റെ നേട്ടം അതേപടി കേരളത്തിൽ എത്തുന്നില്ല. എന്തുകൊണ്ട് എത്തുന്നില്ല? മാറി മാറി ഇത്രയും കാലം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഇടതു വലതു മുന്നണികളാണ്. അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഇടതു വലതു മുന്നണികൾ ഓരോ അഴിമതിയുടെ കഥകൾ എണ്ണി പറയുകയായിരുന്നു. പക്ഷേ കൃത്യമായ രാഷ്ട്രീയം അമിത്ഷാ ഇതിലൂടെ പറയുന്നു. ഇവിടെ സംസ്ഥാനത്തിന് കേരളത്തിനൊരു വികസനം വേണമെങ്കിൽ അത് ഇടതു വലതു മുന്നണികളുടെ അല്ല അധികാരം വരേണ്ടത്. കൃത്യമായി BJPക്ക് കേരളത്തിൽ അധികാരം നൽകണം. BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ വികസന കേരളം, വികസിത കേരളം എന്ന കേരള മോഡൽ നടപ്പാക്കാൻ സാധ്യമാവുകയുള്ളൂ. രാഷ്ട്രീയം പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അതായത് LDF സർക്കാരിന്റെയും അതേപോലെ UDF സർക്കാരിന്റെയും കാലത്തുണ്ടായിരുന്ന എല്ലാ അഴിമതികളും കൃത്യമായി അക്കമിട്ട് നിരത്തുകയായിരുന്നു അമിത്ഷാ. അതായത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്ന് പറയുന്നത് കേരളങ്ങളുടെ ഏറ്റവും വലിയ അഴിമതിയാണെന്ന് പറയുന്നു. ഈ മറുഭാഗത്ത് UDF ആയാലും കോൺഗ്രസിന്റെ കാലത്തുണ്ടായിരുന്ന അഴിമതികൾ, സോളാർ കേസ്, ബാർക്കോഴ, പാലാരിവട്ടം പാലത്തിലെ അഴിമതി, ഇതൊക്കെ തന്നെ ഈ നിരത്തി പറഞ്ഞുകൊണ്ടാണ് കേരളം ഓരോ വാക്കുകളും, അതായത് ഇനിയെങ്കിലും കേരളം ഉണർന്നു ചിന്തിക്കണം, മാറ്റം
തീർച്ചയായും മനസ്സിലായി. ആ മാരാർജി ഭവനിലെ ആ ചടങ്ങിൽ നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സർക്കാരിനെ ആഞ്ഞടിച്ച് ഉലയ്ക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ. ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് പുതിയ നേതൃനിരയുടെ ഒരു സാന്നിധ്യം കൂടി ആകുമ്പോൾ അതിന് ശക്തി പകർന്നുകൊണ്ട് അമിത്ഷായുടെ ഓരോ വാക്കുകളും മുന്നോട്ട് വരുന്നു. കോൺഗ്രസിന് ചെയ്യാൻ കഴിയാത്ത പ്രതിപക്ഷ ധർമ്മം ഇതാ തങ്ങൾ നിർവഹിക്കുന്നു. അങ്ങനെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അതിലേക്കാണ് വരുന്നത് സ്വപ്ന. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ, MT രമേശ് അടക്കമുള്ള നേതാക്കളാണ് നിർണായക പദവിയിൽ വരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിൽ നേതാക്കൾ വരുന്നു. അതായത് എല്ലാവരെയും, യുവാക്കളെയും പ്രതിഭാസമ്പന്നരെയും പുതുമുഖങ്ങൾക്കും ഒക്കെ പരിചയസമ്പന്നരായ നേതാക്കൾക്കും ഒക്കെ തുല്യ അവസരം നൽകിക്കൊണ്ട് BJPയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ആ ഒരു ആവേശത്തിൽ നിൽക്കുമ്പോഴാണ് ദേശീയ അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി കൂടിയായ അമിത്ഷാ നേരിട്ടെത്തിയ മാരാർജി ഭവൻ ഔദ്യോഗികമായി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി കൂടിയായ അമിത്ഷാ നേരിട്ടെത്തിയ മാരാർജി ഭവൻ ഔദ്യോഗികമായി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന രീതിയിൽ തന്നെ അദ്ദേഹം പുത്തരിക്കടത്തുമെന്ന് പ്രസംഗിക്കുന്നു. അതിനു മുൻപ് അദ്ദേഹം സംസ്ഥാന നേതാക്കളുടെ ഒരു യോഗത്തിൽ പുതിയ മാരാർജി ഭവനിലെ യോഗത്തിൽ പങ്കെടുക്കുന്നു. അരമണിക്കൂറോളം യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷമാണ് ഈ പുത്തരിക്കട മൈതാനത്ത് വരുന്നത്. അവിടെ നമ്മൾ എല്ലാ നേതാക്കളും, അതായത് ഈ 10 വൈസ് പ്രസിഡന്റുമാർ, ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാർ, ഈ പുതിയ നേതാക്കളും പഴയ മുൻപുണ്ടായിരുന്ന നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ തന്നെയുള്ള ഒരു വലിയൊരു പ്രൗഢഗംഭീരമായ സദസ്സ് തന്നെയായിരുന്നു മാരാർജി ഭവനിൽ നമ്മൾ മൈതാനത്ത് നമ്മൾ കണ്ടത്. ഈ ആവേശം ഓരോരുത്തരുടെയും വാക്കുകൾ, അത് നേരത്തെ സ്വപ്ന പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിലായാലും ഒക്കെ തന്നെ കൃത്യമായ കാര്യങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. അവർ എന്താണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും BJP ഇവിടെ എന്താണ് ലക്ഷ്യമിടുന്നത്, കൃത്യമായി കളം പിടിക്കാൻ BJP ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ അമിത്ഷാ പറയുന്ന പോലെ 25%, അത് കൃത്യമായി ശതമാന കണക്കിൽ പറഞ്ഞ വോട്ട് ഓരോ മേഖലയിലും ഏത് രീതിയിലാണ് വോട്ടുകൾ ഏത് രീതിയിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കിടയിലേക്ക് താഴെത്തട്ട് ഇപ്പോൾ ഇതിൽ പോലും മേഖല, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ മേഖലകളിലെ വാർഡ് തലത്തിലുള്ള അംഗങ്ങളുടെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മേഖലാ കൺവെൻഷൻ കൂടിയായി പുത്തരിക്കണ്ട മൈതാനം മാറി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ അമിത്ഷാ നൽകുന്നു. ഇനി എന്താണ്, അതായത് വികസനം ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത് കേരളത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ തുടക്കത്തിൽ ഇവിടെ ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വികസനമാണ് കേരളം ലക്ഷ്യമിടുന്നത്, വികസിത ഭാരതം, അതായത് വികസിത ഭാരതം മോദിയുടെ ലക്ഷ്യം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് അൺഫിൽഡ് നമ്മൾ കാണേണ്ടത്. 2025-26 അത് തങ്ങളുടെ വർഷമാണ്. കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സാന്നിധ്യം അടിവരയിട്ട് ഉറപ്പിക്കാൻ, ആ സാന്നിധ്യം കൃത്യമായി വെളിപ്പെടുത്താൻ BJP തയ്യാറെടുക്കുന്നു. തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങളിലേക്ക് BJP ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് അമിത്ഷായുടെ വാക്കുകൾ നൽകുന്ന സൂചന. മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി പോകാം. കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചരണമാണ്. എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത്. വിധി ശരിവെക്കുകയാണ് ഉണ്ടായത്. 2012 പ്രക്രിയ അടിസ്ഥാനപ്പെടുത്തി ലിസ്റ്റ് പ്രഖ്യാപിച്ചു. ഇതിലിപ്പോൾ സംസ്ഥാന ബോർഡിൻ്റെ കീഴിൽ പഠിച്ച കുട്ടികൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം സംസ്ഥാന സർക്കാരിൻ്റേതാണ് എന്ന തരത്തിൽ തെറ്റായ പ്രചരണം നടക്കുകയാണ്. അടുത്ത വർഷം ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത തരത്തിൽ ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഒന്നും പറ്റിയിട്ടില്ല. അത് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. സർക്കാർ പരീക്ഷ എഴുതിയ ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷം ഒരു അനീതി ഉണ്ടായതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് 2012 മുതൽ തുടർന്നു വരുന്ന ഫോർമുലയുടെ ഭാഗമായിട്ട്, സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഡിസ്പാരിറ്റി സംഭവിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു അപകട വാർത്തയാണ്. സീലംപൂരിൽ 4 നില കെട്ടിടം തകർന്നു വീണു. 2 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. 4 പേരെ രക്ഷപ്പെടുത്തി. നിരവധി പേർ ഇനിയും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് സംശയം. രാവിലെ 7 മണിയോടെ വടക്ക് കിഴക്കൻ ഡൽഹിയിലാണ് അപകടമുണ്ടായത്. കെട്ടിടം നിലനിന്നിരുന്നത് ഇടുങ്ങിയ വഴിയിലെന്നതിനാൽ തന്നെ ഫയർഫോഴ്സിനടക്കം അപകട സ്ഥലത്തെത്താൻ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണെന്ന് അഗ്നിരക്ഷാസേനയും പോലീസും അറിയിച്ചു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. 14 മാസം പ്രായമുള്ള കുട്ടിയെ അടക്കം രക്ഷപ്പെടുത്തിയതായാണ് വിവരം. രക്ഷപ്പെടുത്തിയവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ കാലപ്പഴക്കമാണോ അതോ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതയാണോ കെട്ടിടം തകരാൻ കാരണമെന്നത് വ്യക്തതയല്ല. വലിയ ശബ്ദം കേട്ടു നോക്കിയപ്പോൾ തകർന്നു വീണ കെട്ടിടമാണ് കണ്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അതേസമയം തകർന്ന കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കെട്ടിടം എങ്ങനെ തകർന്നു വീണെന്നടക്കം പരിശോധിക്കുകയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.
വാർത്തകൾ തുടരുന്നു. സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയാകാം എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയോടെ സമസ്തയും നിലപാടിൽ അയവ് വരുത്തുകയാണ്. ചർച്ചയെ സ്വാഗതം ചെയ്ത ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചർച്ചയിൽ സമസ്തയും മാന്യമായ സമീപനം സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനകളോടുള്ള നീരസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. സ്കൂൾ സമയമാറ്റത്തിനെതിരെ ഓഗസ്റ്റ് 5 കലക്ട്രേറ്റിലേക്കും സെപ്റ്റംബർ 30 സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടത്താനാണ് സമസ്ത തീരുമാനിച്ചിരുന്നത്. അതേസമയം മദ്രസ പഠനത്തിന് വേറെ സമയം കണ്ടെത്തണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന സമസ്തയെ വീണ്ടും ചൊടിപ്പിച്ചു. അല്ല, അയാൾ പറയണത് എന്ന് പറഞ്ഞാൽ സമുദായത്തിൻ്റെ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. നമുക്കത് ആലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞൂടെ? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂല, ഒരു വാശി പോലെ പറയല. അതിങ്ങനെ മാറ്റാം, മതസമയം മാറ്റാൻ പറ്റില്ല. എവിടേക്ക് മാറ്റണേ? ആകെ 24 മണിക്കൂറല്ലോ ഉറങ്ങുന്ന സമയത്താക്കുക മദ്രസ. പിന്നെ അതിന് മറുപടികളൊക്കെ മാന്യമായി പറയണം. ആര് പറയുകയാണെങ്കിലും മനസ്സിലായില്ലേ? ആര് സമരം ചെയ്തിട്ടും കാര്യമില്ല, എന്തും അംഗീകരിക്കില്ല എന്നൊക്കെ പലർക്കും പറയാലോ. അത് ശരിയല്ല, ആ ശൈലി ശരിയല്ല എന്ന് മാത്രം. സമുദായങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെയല്ലേ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറയണത്, ഭരണം എന്നൊക്കെ പറഞ്ഞത്. സമുദായങ്ങളല്ലേ വോട്ടും ചെയ്യണത്. ഇതിനിടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന മന്ത്രിയുടെ പ്രസ്താവന എത്തി. ചർച്ചയെ സ്വാഗതം ചെയ്ത സമസ്ത അധ്യക്ഷൻ സർക്കാർ മാന്യമായ സമീപനം സ്വീകരിക്കുന്നതിൽ വൈകിയെന്നും ഓർമ്മിപ്പിച്ചു. ചർച്ചയ്ക്ക് സമയം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞത് സ്വാഗതം ചെയ്യണം. ചർച്ച പരാജയപ്പെടുമോ അതോ വിജയിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. ചർച്ച വിജയിച്ചാൽ പിന്നെ പ്രക്ഷോഭത്തിൻ്റെ ആവശ്യമില്ല. ചർച്ച പരാജയപ്പെട്ടാൽ പിന്നെയും പ്രക്ഷോഭം വേണ്ടി വരും. ഒക്കെ ആലോചിച്ച് തീരുമാനിക്കും. പിന്നെ ചർച്ച വിജയിച്ചാൽ പ്രക്ഷോഭം വേണ്ടെന്ന നിലപാടിലാണ് സമസ്ത. മന്ത്രിയുടെ പ്രസ്താവന സമസ്തയെ ചൊടിപ്പിച്ചെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ വിഷയത്തിൽ ചർച്ചയാകാമെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. എന്തായാലും സർക്കാരിനെതിരെ കാന്തപുരം വിഭാഗം സമരത്തിന് ഇല്ല. മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ നടക്കുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സമസ്ത സുന്നി AP വിഭാഗം വിലയിരുത്തുകയാണ്. സമസ്ത EK വിഭാഗത്തിനൊപ്പം ചേർന്ന് സമരത്തിനില്ല എന്നാണ് കാന്തപുരത്തിന്റെ നിലപാട്. സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമസ്ത EKയുടെ സമരപ്രഖ്യാപനത്തെ തള്ളി കാന്തപുരം വിഭാഗം. ഹൈസ്കൂൾ സമയം 15 മിനിറ്റ് നേരത്തെയാക്കുന്നത് മദ്രസ പഠനത്തെ ബാധിക്കില്ലെന്നും കാന്തപുരം വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. സ്കൂൾ സമയം രാവിലെ 8 മുതലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചപ്പോൾ മൗനത്തിലായ സംഘടനകളാണിപ്പോൾ പിണറായി സർക്കാരിനെതിരെ രംഗത്തു വന്നിട്ടുള്ളത്. സമസ്ത EK വിഭാഗത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. അതിൽ തല വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ നിലപാട്. 2 ഷിഫ്റ്റായാണ് മദ്രസ പഠനം നടക്കുന്നത്. രാവിലെ 6:30 തുടങ്ങുന്ന ആദ്യ ഷിഫ്റ്റിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും രണ്ടാമത്തെ ഷിഫ്റ്റിൽ LP UP തലങ്ങളിലെ ചെറിയ കുട്ടികളും മദ്രസയിൽ പോകുന്നു. പിന്നെ എങ്ങനെയാണ് ഹൈസ്കൂൾ സമയമാറ്റമുണ്ടായാൽ മദ്രസ പഠനത്തെ ബാധിക്കുകയെന്നും കാന്തപുരം വിഭാഗം ചോദിക്കുന്നു. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ നിലപാടിനൊപ്പം നിൽക്കാനാണ് കാന്തപുരം വിഭാഗത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചനെ പാർട്ടി പ്രവർത്തകർ മർദ്ദിച്ചു. മുള്ളൻകൊല്ലിയിലെ പാർട്ടി പരിപാടിയിൽ വെച്ചാണ് സംഭവം. പാർട്ടിയിലെ തന്നെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റുമാരിൽ മുതിർന്ന നേതാക്കളിൽ ഒരാളായ അപ്പച്ചനെ മർദ്ദിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി നടന്ന യോഗത്തിനിടെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. മുള്ളൻകൊല്ലിയിലെ മണ്ഡലം പ്രസിഡന്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചതെന്നാണ് വിവരം. IC ബാലകൃഷ്ണൻ MLAയുടെയും KL പൗലോസിന്റെയും ഗ്രൂപ്പിൽപ്പെട്ടവരാണ് കയ്യേറ്റം ചെയ്തത് എന്നാണ് ആരോപണം. കേരള സർവകലാശാല VC-ആയി മിനി കാപ്പൻ തുടരും. തൽസ്ഥാനത്ത് തുടരാൻ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകി. അതേസമയം ഉടൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യത്തിൽ VC തീരുമാനമെടുത്തില്ല. VC രജിസ്ട്രാർ പോര് തുടരുമ്പോൾ ഭരണസ്തംഭനത്തിലാണ് സർവകലാശാല. സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് പരിഹാരമാകാതെ തുടരുമ്പോഴാണ് വൈസ് ചാൻസലർ നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് കാട്ടി വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയത്. പദവി ഏറ്റെടുക്കാനും വിവാദങ്ങൾക്കും താൽപ്പര്യമില്ലെന്നറിയിച്ചാണ് മിനി കാപ്പൻ VCക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത്. എന്നാൽ തൽസ്ഥാനത്ത് തുടരാനാണ് വൈസ് ചാൻസലർ മിനി കാപ്പന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പകരം ക്രമീകരണം ഒരുക്കാമെന്നും VC പറയുന്നു. എന്നാൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് VC. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യത്തിൽ VC തീരുമാനമെടുത്തിട്ടില്ല. യോഗം വിളിക്കാനുള്ള അടിയന്തര സാഹചര്യമില്ലെന്നാണ് മോഹനൻ കുന്നുമ്മലിന്റെ നിലപാട്. ചട്ടപ്രകാരമുള്ളതുപോലെ 2 മാസത്തിലൊരിക്കൽ യോഗം വിളിച്ചാൽ മതിയെന്നാണ് VC പറയുന്നത്. 7-ാം തീയതിയാണ് മിനി കാപ്പനെ രജിസ്ട്രാറായി നിയമിച്ചുകൊണ്ട് VC ഉത്തരവിറക്കിയത്. കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവും പുറത്തിറക്കിയിരുന്നു. നേരത്തെ പ്രതിഷേധങ്ങൾ കാരണം മിനി കാപ്പനെ രജിസ്ട്രാറായി നിയമിച്ച ഉത്തരവ് സർവകലാശാലയ്ക്ക് പുറത്തിറക്കാൻ സാധിച്ചിരുന്നില്ല. മിനി കാപ്പൻ അയച്ച ഫയലുകൾ VC ഒപ്പിടുകയും
നൽകുകയും KS അനിൽകുമാർ അയച്ച ഫയലുകൾ VC മടക്കുകയും ചെയ്യുമ്പോൾ ഭരണപ്രതിസന്ധിയിലൂടെയാണ് സർവകലാശാല കടന്നുപോകുന്നത്. ഇതുകാരണം ബുദ്ധിമുട്ടിലാകുന്നത് വിദ്യാർത്ഥികളാണ്. പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ചാൻസലറായ ഗവർണറും സംസ്ഥാന സർക്കാരും രണ്ടു തട്ടിൽ നിൽക്കുമ്പോൾ പ്രതിഷേധം തുടരാനാണ് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് ധനമന്ത്രിയുടെ മറുപടി. എല്ലാ വകുപ്പുകൾക്കും ഒരുപോലെയാണ് പണം അനുവദിക്കുന്നത്. കൂടുതൽ പണം വേണ്ട വകുപ്പുകൾക്ക് അങ്ങനെയും അനുവദിക്കും. സർക്കാരിന് കൂട്ടായ ഉത്തരവാദിത്തമുണ്ട്. ഇടതു പാർട്ടികളുടെ സമ്മേളനങ്ങളിൽ വിമർശനം സ്വാഭാവികമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. CPI വകുപ്പുകൾക്ക് ധനമന്ത്രി പണം അനുവദിക്കുന്നില്ല എന്നായിരുന്നു ജില്ലാ സമ്മേളന പൊതുചർച്ചയിലെ വിമർശനം. അത്യാവശ്യമുള്ള ചില വകുപ്പുകളുണ്ട്, നമുക്ക് ആവശ്യത്തിലധികം അതിന് അധികം പണം കൊടുക്കേണ്ടി വരും. എല്ലാ മേഖലയിലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ഞങ്ങളെല്ലാം കളക്റ്റീവായിട്ട് ഗവൺമെന്റിന്റെ ഭാഗമായി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 1 വർഷം പിന്നിടുമ്പോഴും ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ഇനിയും ഒരുപാട് തടസ്സങ്ങളും കടമ്പകളും ഏറെയാണ്. എന്തായാലും മുസ്ലിം ലീഗ് കണ്ടെത്തിയ ഭൂമി നിയമക്കുരുക്കിലെന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. തൃക്കൈപ്പറ്റ വില്ലേജിൽ വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമിയാണെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂ ഉടമകളിൽ നിന്ന് വിശദീകരണം തേടി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തത്. ദുരന്തബാധിതരുടെ ഭവന നിർമ്മാണത്തിനായി വാങ്ങിയ 11 ഏക്കർ ഭൂമിയിലെ ഒരു ഭാഗം കാപ്പിത്തോട്ടം തരം മാറ്റിയതെന്നാണ് തൃക്കേപ്പറ്റ വില്ലേജ് ഓഫീസർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. തുടർ നടപടികൾക്കായി കണിയാമ്പറ്റ സോണൽ ബോർഡ് ഓഫീസർക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് ഭൂ ഉടമയായിരുന്ന കല്ലങ്കോട് മൊയ്തുവിന് നോട്ടീസ് അയച്ചത്. ലാൻഡ് ബോർഡിൽ രേഖകൾ സഹിതം ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. പ്രസ്തുത ഭൂമി കല്ലങ്കോടൻ മൊയ്തുവിന് ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇളവ് നൽകിയ 11.12 ഏക്കറിൽപ്പെട്ടതായതിനാൽ തോട്ടഭൂമി തരം മാറ്റിയതിൽ ഭൂവുടമയ്ക്ക് ബോധിപ്പിക്കാനുള്ള വിശദീകരണം അറിയിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. എന്നാൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നാണ് ലീഗ് നിലപാട്. 1000 ചതുരശ്ര അടിയുള്ള 105 വീടുകൾ നിർമ്മിക്കാനാണ് ലീഗ് പദ്ധതിയിട്ടത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. അതേസമയം നിയമക്കുരുക്കിൽപ്പെടുന്ന ഭൂമി വാങ്ങി ദുരന്തബാധിതരെ മുസ്ലിം ലീഗ് അവഹേളിച്ചുവെന്നാണ് CPM വിമർശനം. അമൃത ന്യൂസ്, വയനാട്. ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് പുനരധിവാസ പദ്ധതിക്കെതിരെയുള്ള സർക്കാർ നിലപാട് മനുഷ്യത്വരഹിതമെന്ന് T. സിദ്ദിഖ് MLA. തടയുന്നതിന് പകരം പിന്തുണ നൽകുകയാണ് വേണ്ടത്. 1 വർഷമാകാറായിട്ടും ഒരു വീട് പോലും ദുരന്തബാധിതർക്ക് നൽകാൻ സർക്കാരിന് സാധിച്ചില്ല. മുഖ്യമന്ത്രിയും ലീഗിന്റെ പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് T. സിദ്ദിഖ് MLA ആരോപിക്കുന്നു. മുസ്ലിം ലീഗ് ഈ ആളുകൾക്ക് 105 ആളുകൾക്ക് വീട് കൊടുത്തതോടുകൂടി അത്രയും ആളുകൾക്ക് സർക്കാരിന്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങാൻ പറ്റി. അവരുടെ ജീവിതത്തിൽ അതൊരു വേറ്റു. അവർക്ക് വീട് പോയി, അവർക്ക് ഉറ്റവർ ഉടയവർ പോയി, അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അവരുടെ ജീവിതം മുഴുവൻ തകർന്നതായ ആളുകൾക്ക് ഒരു 15 ലക്ഷം രൂപ കിട്ടാൻ ഇടവന്നത് മുസ്ലിം ലീഗ് ഈ പദ്ധതി ഉണ്ടാക്കിയതുകൊണ്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവർ സർക്കാർ ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനം ഇതിന് ഉടക്കിടുകയല്ല വേണ്ടത്. ഈ പദ്ധതി വിഭാവനം ചെയ്ത പദ്ധതി നടപ്പിലാക്കാൻ എന്തെല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ അത് മുഴുവൻ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ആലത്തൂർ MPയുടെ ബന്ധു ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ മർദ്ദനം സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖ പുറത്ത്. 2 ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ചുവെന്ന ചേലക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാറിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. ഔദ്യോഗികമായി പരാതി നൽകുന്ന കാര്യവും ശബ്ദരേഖയിൽ വ്യക്തമാണ്. പരാതി പിന്നീട് പിൻവലിച്ചു. ചേലക്കര പോലീസിന് നൽകിയ പരാതി പിൻവലിക്കപ്പെട്ടതിന് പിന്നിൽ ഉന്നത ഇടപെടലെന്നും ആരോപണമുണ്ട്. ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിൽ ആ സംഭവം വളരുകയും ചെയ്തു. തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരെ മാറ്റാൻ ചെന്ന ഗ്രേഡ് 2 അറ്റൻഡർ, വനിത കൂടിയായിട്ടുള്ള ഗ്രേഡ് 2 അറ്റൻഡർക്ക് ആക്രമണത്തിലെ ഭാഗമായിട്ട് പരിക്കേൽക്കുകയുണ്ടായി. ഇതിൽ പുറമേ നിന്നും വന്ന ഒരു ഓട്ടോറിക്ഷക്കാരനും ഭാഗഭാക്കുകായുണ്ടായി. കോഴിക്കോട് തൊട്ടിൽപ്പാലം ചൂരണിയിൽ കാട്ടാന ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. 2 സ്ത്രീകൾക്കും 2 കുട്ടികൾക്കുമാണ് പരിക്കേറ്റത്. പറമ്പിൽ പശുവിനെ കെട്ടാൻ പോകുമ്പോഴാണ് ശാന്ത, സനിക എന്നിവർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ചൂരണി റോഡിലൂടെ സ്കൂട്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഷീജ, മകൻ എബിൻ എന്നിവർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. ആന സ്കൂട്ടറിൽ തട്ടിയിട്ടുവെന്നും അത്ഭുതകരമായാണ് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നും ഷീജ പറഞ്ഞു.
ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 3 വിക്കറ്റ് നഷ്ടം. ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 387 റൺസിന് മറുപടിയായി രണ്ടാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 145 റൺസ് എന്ന നിലയിലാണ്. 53 റൺസോടെ KL രാഹുലും 19 റൺസുമായി ഋഷഭ് പന്തും ക്രീസിലുണ്ട്. പിരിയാത്ത 4ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ രാഹുൽ പന്ത് സഖ്യം ഇതുവരെ 38 റൺസ് നേടി. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, കരുൺ നായർ, ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് രണ്ടാം ദിവസം നഷ്ടമായത്. റിപ്പോർട്ടർ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.